പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LBS സെൻറ്റർ മുഖേന സംസ്ഥാനത്തെ 2024 അധ്യയന വർഷം ബാച്ചലർ ഓഫ് ഡിസൈൻ കോഴ്സിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. സംസ്ഥാനത്തെ സർക്കാർ സ്വാശ്രയ കോളേജുകളിലെ 2024-25 അധ്യയന വർഷത്തെ ബാച്ചലർ ഓഫ് ഡിസൈൻ BDS അഡ്മിഷനുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുന്നു. അപേക്ഷകർ കേരള ഹയർ സെക്കൻഡറി ബോർഡിൻ്റെ +2 യോഗ്യതാ പരീക്ഷയിലോ തത്തുല്യമെന്ന് അംഗീകരിക്കപ്പെട്ട മറ്റ് ഏതെങ്കിലും യോഗ്യതാ പരീക്ഷയിലോ 45% മാർക്കോടെ പാസ്സായിരിക്കണം. സമ്പന്ന വിഭാഗക്കാർ ആകെ 40% മാർക്ക് നേടിയിരിക്കണം. LBS സെൻറ്റർ നടത്തുന്ന പ്രവേശന പരീക്ഷ വിജയിക്കുന്നവർക്ക് മാത്രമേ BDS കോഴ്സിന് ചേരാൻ അർഹതയുണ്ടാവുകയുള്ളൂ എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട പരീക്ഷാ കേന്ദ്രങ്ങളിൽ വെച്ച് പ്രവേശന പരീക്ഷ നടത്തുന്നതാണ്. പരീക്ഷാ തീയതി പിന്നീട് അറിയിക്കുന്നതാണ്. പ്രവേശന പരീക്ഷയ്ക്ക് ലഭിക്കുന്ന റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ കോഴ്സിലേക്കുള്ള അഡ്മിഷൻ നടക്കുക. LBS സെൻറ്റർ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായി 2024 ഏപ്രിൽ 6 മുതൽ ഏപ്രിൽ 30 വരെ ആപ്ലിക്കേഷൻ ഫീസ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഓൺലൈൻ അപേക്ഷ സമർപ്പണം 2024 മെയ് 1 വരെയാണ് എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. ജനറൽ കാറ്റഗറിക്ക് 1200 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് 600 രൂപയും ആയിരിക്കും ആപ്ലിക്കേഷൻ ഫീസ്. വ്യക്തിഗത വിവരങ്ങൾ ഈ വെബ്സൈറ്റിൽ കൂടി ഓൺലൈനായി രേഖപ്പെടുത്തിയതിനു ശേഷം ഓൺലൈൻ മുഖേനയോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത ചെല്ലാൻ ഉപയോഗിച്ചോ കേരളത്തിലെ ഫെഡറൽ ബാങ്കിൻ്റെ ഏതെങ്കിലും ശാഖ വഴിയോ ആപ്ലിക്കേഷൻ ഫീസ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്ന അവസരത്തിൽ അനുബന്ധ രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. കൂടുതൽ വിശദാംശങ്ങൾക്കും ആപ്ലിക്കേഷൻ നൽകുവാൻ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. വെബ്സൈറ്റ് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കുന്നു. കൂടുതൽ എഡ്യൂക്കേഷണൽ അപ്ഡേറ്റുകൾക്ക് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എഡ്യൂസോഫ്റ്റ് മലയാളം എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയാൽ ലൈക്ക് ചെയ്ത് കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകൾക്കും ജോലി സംബന്ധമായ അറിയിപ്പുകൾക്കും നമുക്ക് ഇൻസ്റ്റഗ്രാം പേജുണ്ട്. ലിങ്ക് കമൻറ്റ് ബോക്സിൽ ചേർക്കുന്നു. അതുകൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി.